ഹായ് എവ്രിവൺ, ഇന്ന് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 38ാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ SCRT ബുക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് ഇട്ടിട്ടുള്ളൂ, കാരണം ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്നാൽ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ പഠിക്കേണ്ട വീഡിയോ ടാസ്കിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യും, സയൻസ് ഫിസിക്സ് തുടങ്ങും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സിലബസ് തീർത്തിട്ട് വേണം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. SCRT ബുക്കിൽ കൊടുത്ത വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാ റാം മോഹൻ റോയിയുടെ വാക്കുകളാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലൊരു വേർഡ് നിങ്ങളൊരു ഹിൻഡാക്കി എടുക്കുക. അതായത് ഏത് വേർഡ്? ആദരവ് എന്ന് ഉള്ള വേർഡ്. എല്ലാവരുടെയും ആദരവ് ആർക്കാണ് ലഭിക്കുക? രാജാക്കന്മാർക്കാണല്ലേ. പ്രജകളെല്ലാം അദ്ദേഹത്തെ എന്ത് ചെയ്യും? ആദരിക്കും. അപ്പൊ ജസ്റ്റ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? രാജാ റാം മോഹൻ റോയ് എന്ന് കിട്ടി. ഇത് രാജാ റാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. നെക്സ്റ്റ് നോക്കാം. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കേശബ് ചന്ദ്ര സെൻ ആണ്. ഓക്കെ, കേശബ് ചന്ദ്ര സെൻ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കീവേഡ് ഇതിൽ എടുക്കാം. അതെന്താണ്? പണക്കാരൻ. പണക്കാരനും പാവപ്പെട്ടവൻ എന്നെല്ലാം കണ്ടില്ലേ? പാവപ്പെട്ടവനും പണക്കാരനും. ഇത് തന്നെ ഹിൻഡാക്കി എടുത്താൽ മതി. ഇവിടെ എന്താ പറഞ്ഞ? കേശബ് ചന്ദ്ര സെൻ ആണ്. പണക്കാരൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് ക്യാഷ് ഉള്ളവരാണ് പണക്കാര്. അത് തമ്മിൽ കണക്ട് ചെയ്താണെങ്കിൽ എന്ത് കിട്ടി? ഇത് കേശബ് ചന്ദ്ര സെന്നിന്റെ വാക്കുകളാണ് എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആര്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. ഓക്കെ, വീരേശലിംഗമാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ ആരംഭിച്ചത് ആര്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച വർഷം ചോദിക്കും. 1884 എവിടെയാണ് ഉള്ളതെന്നും ചോദിക്കും. എവിടെയാണ്? പൂനെയിലാണ്. ആരംഭിച്ചത് ആരാണെന്നും ചോദിക്കും. ആരാണ് ആൻസർ? ഓപ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. മഹാദേവ ഗോവിന്ദ റാനഡെ, ബാലഗംഗാധര തിലക്, GG അഗാർക്കർ. ആരാണ്? ഇവരെല്ലാം കൂടിയാണ്. ഓക്കെ, ഇവരെല്ലാം കൂടിയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ ആരംഭിച്ചത്. വർഷം 1884. നെക്സ്റ്റ് നോക്കാം. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫെർഗുസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫെർഗുസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ഫെർഗുസൺ കോളേജ് സ്ഥാപിച്ചത്. അപ്പൊ എവിടെയായിരിക്കും ആൻസർ? പൂനെ തന്നെയാണ് അല്ലെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിലാണുള്ളത്. അപ്പോൾ ഫെർഗുസൺ കോളേജ് പൂനെയിൽ തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? DK കാർവേ ആണ്. ഓക്കെ, DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത്. DK കാർവേ. നെക്സ്റ്റ് നോക്കാം. SNDT സർവകലാശാല ആരംഭിച്ച വർഷം. SNDT സർവകലാശാല, ഇതാണ് ആദ്യത്തെ വനിതാ സർവകലാശാല എന്ന് പറഞ്ഞത്. SNDT ശ്രീമതി നദീബായ് ദാമോദർ താക്കർസെ സർവകലാശാല. ഓക്കെ, SNDT സർവകലാശാല ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. 1916 1916 ഇതിന്റെ പേര് SNDT എന്നല്ലായിരുന്നു, ഇന്ത്യൻ വുമൻസ് യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. പിന്നീട് SNDT എന്നായതാണ്. അപ്പോൾ SNDT സർവകലാശാല ആരംഭിച്ച വർഷം 1916. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് SNDT. നെക്സ്റ്റ് നോക്കാം. 1921 ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ചത് ആര്? 1921 ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്.
ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബംഗാളാണെന്ന് ഓർമ്മ വരും. അപ്പോൾ വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് 1921 ബംഗാളിൽ. നെക്സ്റ്റ് നോക്കാം, ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ചത് എപ്പോൾ? ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ചത് 1921 ഡിസംബർ 23. ഓക്കെ, 1921 ഡിസംബർ 23. നെക്സ്റ്റ് നോക്കാം, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ച വർഷം. ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 1920. ഓക്കെ, 1920 ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത്. എവിടെയാണ്? അലിഗഡിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേരുകളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് 1920. നെക്സ്റ്റ് നോക്കാം, താഴെ കൊടുത്തവയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനുമായി ആരംഭിച്ച സർവകലാശാല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് SNDT സർവകലാശാല അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് SNDT. നെക്സ്റ്റ് നോക്കാം, താഴെ കൊടുത്തവയിൽ രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ സർവകലാശാല. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. ഓക്കെ, വിശ്വഭാരതി സർവകലാശാല. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കും? ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്? വേൾഡ് വൈഡ്. വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോകം. ലോകത്തിന്റെ മറ്റൊന്നാണ് വിശ്വ. അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. വിശ്വഭാരതി സർവകലാശാല. ക്വസ്റ്റ്യനിലും ആൻസറിലും നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് എല്ലാ ആൻസേഴ്സ് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം, അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ ആരംഭിച്ചതിന് പ്രധാന ലക്ഷ്യം. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ ആരംഭിച്ചതിന്റെ പ്രധാന ലക്ഷ്യമാണ് ചോദിച്ചത്. എന്താണ് ലക്ഷ്യം? മതേതര വിദ്യാഭ്യാസം. ഓക്കെ, മതേതര വിദ്യാഭ്യാസമായിരുന്നു അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ് നോക്കാം, തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, വള്ളത്തോളാണ് തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കും. തൃശൂരിലാണ്. സ്ഥാപിച്ചത് വള്ളത്തോളാണ്. നെക്സ്റ്റ് നോക്കാം, കേരള കലാമണ്ഡലം ആരംഭിച്ച വർഷം. കേരള കലാമണ്ഡലം ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. 1930. ഓക്കെ, 1930 കേരള കലാമണ്ഡലം ആരംഭിച്ചത്. എവിടാണ്? തൃശൂരിൽ. ആരാണ്? വള്ളത്തോളാണ്. നെക്സ്റ്റ് നോക്കാം, നൈ താലീം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? നൈ താലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്നാണ് ചോദിച്ചത്. നൈ താലീം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, നൈ താലീം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1937 വർധാ സമ്മേളനം നൈ താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റി. 1937 വർധാ സമ്മേളനം നടന്നത്. അതിൽ ഗാന്ധിജിയുടെ നൈ താലീം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് ചോദിച്ചത്. ഏതാണ്? ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ, ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റിയാണ് 1937 വാർധാ സമ്മേളനത്തിൽ നൈ താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിലബസ് തീർക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്